ഹലോ നമസ്കാരം, എല്ലാവർക്കും ബിഗ് ബി ടൈംസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ഒരു എഗ്ഗ് കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് ആവശ്യമായത് ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ അരിഞ്ഞു വെക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള തക്കാളി, പിന്നെ ഈ കറിയിൽ ഈ കറി ഞാൻ 10 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 9 മുട്ട നമ്മൾ ബോയിൽ ചെയ്യും, ഒന്ന് മാറ്റി വെക്കും. പിന്നീട് നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ബേ ലീഫ്, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മസാലകളായ മഞ്ഞൾപ്പൊടി വേണം, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മസാല. നമുക്ക് ആദ്യം നമ്മൾ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ച ഉരുളക്കിഴങ്ങിനെ ഒരു കുക്കറിലിട്ട് ഒരു 2 വിസിൽ മതിയാവും. 2 വിസിലടിച്ച് വേവിക്കുക. നമ്മൾ കോഴിമുട്ട ബോയിൽ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നീട് ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് ഇഞ്ചി ആദ്യം ഇടുക, പിന്നീട് വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി ചേർത്ത ശേഷം ഒന്ന് ഇളക്കി വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത ശേഷം നന്നായി വഴറ്റുക. ഏകദേശം ഒരു പച്ച സ്മെല്ല് പോയി എന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മളെ സവാള അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അടച്ച് കുറച്ച് സമയം വെക്കുക. നമ്മൾ എപ്പോഴും അടച്ച് വെക്കുന്നതിന് മുന്നേ നമുക്ക് എപ്പോഴും ഈ സവാളയിൽ കുറച്ച് ഉപ്പ് ചേർത്തത്, കറിക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ ഈ സവാള വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബോയിൽ ചെയ്ത എഗ്ഗുകൾ നമ്മൾ തൊലി കളഞ്ഞെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ 10 എഗ്ഗിൽ 9 എഗ്ഗാണ് ബോയിൽ ചെയ്തത്, ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. വഴറ്റിയെടുത്ത ഉള്ളിയിലേക്ക് നമ്മൾ തക്കാളി ചേർക്കുക. തക്കാളി ചേർത്ത് അതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഏകദേശം സെറ്റായി കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മസാല പൊടികളെല്ലാം ചേർക്കുക. ഈ പൊടിയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല, ഏകദേശം അറിയാമല്ലോ. എല്ലാം കൂടി വാരി ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു 1/4 സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർക്കുക. ഗരം മസാല പിന്നെ എല്ലാവരും പറയുന്നത് തന്നെയല്ലേ, ഇത് നല്ല ഷെഫുകളെയൊക്കെ വീഡിയോസിൽ എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, പ്രവാസി കൂട്ടുകാർക്കൊക്കെ വീട്ടിലിരുന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നൊരു രീതി നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ പൊടികളെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ബേ ലീഫ്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ് ഇത്തരം കാര്യങ്ങൾ കൂടി അതിലേക്ക് ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഫയർ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ ചിലപ്പം ഈ മസാല കരിഞ്ഞു പോകാണ്. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിൻ്റെ ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ ഈ മസാല സെറ്റാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടത് ഇളക്കി ചേർക്കുക. ശേഷം നമ്മൾ നേരത്തെ ഒരു മുട്ട മാറ്റി വെച്ചിരുന്നല്ലോ, അതിൻ്റെ ഉപയോഗപ്പോഴാണ് നമ്മളതിനെ പൊട്ടിച്ച ശേഷം അത് കറിയിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കറിയിൽ അത് മിക്സ് ചെയ്തിടുക. അപ്പോൾ കറിക്ക് ഓൾറെഡി ഒരു എഗ്ഗിൻ്റെ ഒരു ഫ്ലേവർ വന്നിരിക്കും. പിന്നീട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ കത്തി കൊണ്ട് ഇതേപോലെ കട്ടിങ് എടുക്കുക. ഈ കട്ടിങ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എഡ്ജിലേക്ക് പോകരുത്, സെൻട്രൽ മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറുങ്ങനെ ഒരു കട്ടിങ് ഇട്ടെടുത്താൽ മതി. ഒരു മസാലയൊന്ന് മുട്ടയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം എഗ്ഗ് മുഴുവൻ നമ്മൾ കറിയിലേക്ക് ചേർക്കുക. എപ്പോഴും സോഫ്റ്റായ രീതിയിൽ വേണം ഇതിനെ നമ്മൾ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് കറിവേപ്പിലയും മല്ലിച്ചപ്പുമാണ്.
നമ്മൾ ആദ്യം കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ചേർത്ത ശേഷം ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് ഏകദേശം നമ്മുടെ കറി ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ അടപ്പ് തുറന്ന് മല്ലിച്ചപ്പ് അതിലേക്ക് ചേർക്കുക. ശേഷം നല്ല രീതിയിൽ അതിനെ അടച്ചു വെക്കുക. മല്ലിച്ചപ്പ് എപ്പോഴും ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനുശേഷം അടച്ചു വെക്കുക. അടച്ചു വെച്ച് ഈ എഗ്ഗ് കറി നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.